DMKയും സ്റ്റാലിനെയും അധികാരത്തിൽ നിന്നും താഴെ ഇറക്കാതെ താൻ ചെരുപ്പ് ധരിക്കില്ല എന്ന് പ്രഖ്യാപിച്ച DMKക്കെതിരായ പ്രതിഷേധത്തിന്റെ ഭാഗമായി സ്വയം ചാട്ടവാറടിച്ച ചരിത്രമുള്ള BJPയുടെ തമിഴ്നാട് അധ്യക്ഷൻ K അണ്ണാമലൈ തമിഴ്നാട്ടിൽ നിന്ന് തന്നെ കെട്ടും കെട്ടി നാടുവിടാൻ ഒരുങ്ങുന്നു എന്ന വാർത്തകൾ പുറത്തു വരികയാണ്. BJPയുടെ ദേശീയ നേതൃത്വം അണ്ണാമലയെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്നും നീക്കം ചെയ്യുകയാണ്. അണ്ണാമല തന്നെ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കാണുന്ന വേളയിൽ BJPയുടെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്കുള്ള മത്സരത്തിന് താനില്ല എന്ന് പ്രഖ്യാപിച്ചതോടെ അണ്ണാമലയ്ക്ക് തമിഴ്നാടിന് പുറത്തേക്ക് തന്നെയുള്ള വഴി കേന്ദ്ര നേതൃത്വം തുറന്നിരിക്കുകയാണ് എന്ന കാര്യം വ്യക്തമാണ്. പലതവണ സ്റ്റാലിനെയും DMKയും വെല്ലുവിളിച്ച് സ്റ്റാലിനെതിരെയുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായി സ്വയം ചാട്ടവാറടിച്ചുമൊക്കെ ഒരു കോമാളി വേഷം കെട്ടിയിട്ടുണ്ട് മുൻ IPS ഉദ്യോഗസ്ഥൻ കൂടിയായ BJPയുടെ തമിഴ്നാട് സംസ്ഥാന അധ്യക്ഷൻ K അണ്ണാമലൈ. 2020 അണ്ണാമലൈ IPS ഉദ്യോഗം ഉപേക്ഷിച്ച് BJPയിൽ ചേരുന്നതും വളരെ പെട്ടെന്ന് തന്നെ BJPയുടെ തമിഴ്നാട് അധ്യക്ഷനായി മാറുന്നതും. ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രി L മുരുകനെ മാറ്റിയാണ് BJP അണ്ണാമലയെ തമിഴ്നാട്ടിൽ ഒരു പുതിയ പരീക്ഷണത്തിന്റെ ഭാഗമായി സംസ്ഥാന അധ്യക്ഷനാക്കുന്നത്. തുടർന്ന് 2 തെരഞ്ഞെടുപ്പുകളാണ് BJP പ്രധാനമായും തമിഴ്നാട്ടിൽ നേരിടുന്നത്. ഒന്ന് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ്, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ്. 2 തെരഞ്ഞെടുപ്പിലും ദയനീയ പരാജയമായിരുന്നു BJPയെ കാത്തിരുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അണ്ണാമലയ്ക്ക് കീഴിൽ നേരിട്ട ആദ്യ തെരഞ്ഞെടുപ്പ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ DMK സഖ്യത്തിന്റെ ഒരു തേരോട്ടം തടയാൻ BJP അണ്ണാ DMK സഖ്യത്തിന് സാധിച്ചില്ല. തുടർന്ന് അണ്ണാമലൈ പല ഗിമിക്കുകൾ കാണിച്ചും റോഡ് ഷോ നടത്തിയുമൊക്കെ തമിഴ്നാട്ടിൽ ആളെ കൂട്ടാൻ ശ്രമിക്കുന്നത് കണ്ടെങ്കിലും തുടർന്ന് AIDMK നേതാക്കൾക്കെതിരെ പ്രത്യേകിച്ച് ജയലളിതയ്ക്കെതിരെ നടത്തിയ പരാമർശങ്ങളെ തുടർന്ന് അണ്ണാമലൈ എന്ന ഒറ്റ വ്യക്തി കാരണം ഏറെ നാളുകളായി തുടർന്നു പോരുന്ന BJP AIDMK സഖ്യം തകരുന്നതും 2023 നമ്മൾ കണ്ടു. തുടർന്ന് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ AIDMKയും BJPയും വെവ്വേറെ മുന്നണി ഉണ്ടാക്കി മത്സരിക്കുന്ന കാഴ്ചയാണ് തമിഴ്നാട് കാണാൻ സാധിച്ചത്. ആ തെരഞ്ഞെടുപ്പിൽ ദയനീയമായി കോയമ്പത്തൂർ പരാജയപ്പെടുന്ന ഒരു അണ്ണാമലയെ നമ്മൾ കണ്ടു. അണ്ണാമലൈ വലിയ വാഗ്ദാനങ്ങളും വലിയ പ്രഖ്യാപനങ്ങളുമായിരുന്നു കോയമ്പത്തൂർ മത്സരത്തിന് ഇറങ്ങിയത്. എന്നാൽ 2ാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു മുൻ IPS ഉദ്യോഗസ്ഥനായ അണ്ണാമലയ്ക്ക്. ആ തെരഞ്ഞെടുപ്പിൽ 1 ലക്ഷം വോട്ടിനാണ് DMKയുടെ ഗണപതി രാജ്കുമാർ അണ്ണാമലയെ കോയമ്പത്തൂരിൽ 2024 പരാജയപ്പെടുത്തുന്നത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലും അണ്ണാമലയ്ക്ക് മത്സരിച്ചിരുന്നെങ്കിലും പരാജയമായിരുന്നു വിധി. കരൂർ ജില്ലയിലെ അറവക്കുറിശി നിയോജക മണ്ഡലത്തിൽ നിന്നും അണ്ണാമലൈ 2021 AIDMKയുടെ പിന്തുണയോടെ മത്സരിച്ചിട്ട് പോലും 24,000 വോട്ടിന് ആറിളങ്കോ എന്ന 2ാം നിര DMK നേതാവിന് മുമ്പിൽ പരാജയപ്പെടാനായിരുന്നു അന്നും അണ്ണാമലൈയുടെ വിധി. ഇത്തവണ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് BJP കേന്ദ്ര നേതൃത്വത്തെ പ്രത്യേകിച്ച് അമിത്ഷായെ നേരിട്ടെത്തി സന്ദർശിച്ച AIADMK നേതാവ് എടപ്പാടി പളനിസ്വാമി മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട നിബന്ധന തന്നെ അണ്ണാമലൈ അധ്യക്ഷ സ്ഥാനത്ത് ഉണ്ടാവാൻ പാടില്ല, ഒരു BJP AIDMK സഖ്യം ഉണ്ടാവണമെങ്കിൽ എന്ന്. ആ നിബന്ധന, ആ നിർദ്ദേശം BJP കേന്ദ്ര നേതൃത്വം അംഗീകരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് അണ്ണാമലൈ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾക്ക് മുമ്പിൽ നടത്തിയ വിശദീകരണം എന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും അണ്ണാമലൈ തമിഴ്നാട്ടിൽ നിന്നും കെട്ടുകെട്ടിക്കപ്പെടുന്നു എന്നതിനപ്പുറം അണ്ണാമലൈയുടെ രാഷ്ട്രീയ ജീവിതം തന്നെ അസ്തമയത്തിനൊരുങ്ങുന്നു എന്ന അർത്ഥം കൂടി ഈ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്നുള്ള നീക്കം ചെയ്യലിനുണ്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അണ്ണാമലൈ പ്രതീക്ഷിച്ച നേട്ടം തമിഴ്നാട്ടിൽ BJPക്ക് ഉണ്ടാക്കിയില്ല എന്ന് മാത്രമല്ല, NDAയുടെ വോട്ട് വിഹിതം 2021 39.71% 18.28% ഇടിച്ചു താഴ്ത്താൻ മാത്രമേ അണ്ണാമലൈ എന്ന അതിഭീകരനായ രാഷ്ട്രീയ തന്ത്രജ്ഞന് സാധിച്ചുള്ളൂ എന്നതാണ് യാഥാർത്ഥ്യം. എന്തായാലും അണ്ണാമലൈ പുറത്തേക്ക് ഒരുങ്ങുമ്പോൾ അടുത്ത ആരാകും BJP സംസ്ഥാന അധ്യക്ഷൻ എന്ന കാര്യത്തിൽ ഒരു തീരുമാനം ഇതുവരെ പുറപ്പെടുവിക്കാൻ BJPക്ക് സാധിച്ചിട്ടില്ല. BJPക്കും AIADMKയ്ക്കും ഒരുപോലെ സ്വീകാര്യനായ ഒരു വ്യക്തി ആ അധ്യക്ഷ പദവിയിലേക്ക് എത്തും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ തമിഴ്നാട്ടിൽ ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടിയുടെ ഉദയത്തിന് കൂടി തമിഴ്നാട് സാക്ഷ്യം വഹിച്ചു കഴിഞ്ഞു. തമിഴ് സിനിമയിലെ പ്രധാനപ്പെട്ട നടനും ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചിരിക്കുന്ന വിജയുടെ
തമിഴക വെട്രിക്കഴകമാണ് തമിഴ്നാട്ടിലെ രാഷ്ട്രീയ ഭൂമികയിൽ പുതുതായി ഉദിച്ചുയർന്നിരിക്കുന്ന ഒരു പുതിയ ദ്രാവിഡ പാർട്ടി. പുതിയ ദ്രാവിഡ പാർട്ടിയുടെ വരവോടെ AIDMK BJPയും ഒക്കെ അപ്രസക്തമാകുമോ എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട്. കാരണം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് സീ വോട്ടർ നടത്തിയ ഒരു സർവേയിൽ സ്റ്റാലിൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ മുഖ്യമന്ത്രിയായി കാണാൻ ആഗ്രഹിക്കുന്നത് വിജയിയാണ്. ഏകദേശം 18% പേർ വിജയിയെ മുഖ്യമന്ത്രിയായി കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. സ്റ്റാലിൻ്റെ ഈ സീ വോട്ടർ സർവേയിലെ ശതമാനം എന്ന് പറയുന്നത് 27ആണ്. സ്റ്റാലിൻ്റെ ശതമാന കണക്കിനോട് അടുത്തെത്തുന്നില്ലെങ്കിലും അണ്ണാമലയെക്കാളും എടപ്പാടി പളനിസ്വാമിയെക്കാളും കൂടുതൽ ആളുകൾ വിജയിയെ മുഖ്യമന്ത്രിയായി കാണാൻ ആഗ്രഹിക്കുന്നു എന്നത് തമിഴ്നാട്ടിൽ രാഷ്ട്രീയ ഭൂമിക BJP സ്വപ്നം കണ്ടതിന് വിരുദ്ധമായി നീങ്ങുന്നു എന്നതിൻ്റെ തെളിവ് കൂടിയാണ്. വിജയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയായ തമിഴക വെട്രിക്കഴകവും ഇതിനോടകം പ്രഖ്യാപിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം BJPയും DMKയും അവർക്ക് ഒരുപോലെ ശത്രുക്കളാണ് എന്നാണ്. ഇപ്പോൾ വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ അടക്കം വലിയ പ്രതിഷേധങ്ങൾ TVK തമിഴ്നാട്ടിൽ സംഘടിപ്പിച്ചിരുന്നു വിജയുടെ നേതൃത്വത്തിൽ. എന്തായാലും തമിഴ്നാട് രാഷ്ട്രീയത്തിൽ നിന്നും അണ്ണാമലൈ എന്ന മുൻ IPS ഉദ്യോഗസ്ഥൻ നാടുവിടുകയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു.